പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്നും എപ്പോഴും എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വയനാട് പോകാൻ പറ്റാത്ത ഒരു വിഷമത്തിലാണ്. ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സ് ഇങ്ങനെ വയനാട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരു ലോകാത്ഭുതമായിരിക്കും. ലോക ചരിത്രത്തിൽ, ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രസ്ഥാനം ഒന്നിച്ച് ഒരിടത്ത് 51 വീടുകൾ സമർപ്പിക്കുന്ന മനോഹരമായ നിമിഷം. ഇതിൻ്റെ പിറകിൽ ബാക്കി 54 വീടുകൾ വരാൻ പോവുകയാണ്. ഈ 51 വീടുകളിലേക്ക് 51 കുടുംബങ്ങൾ. ഒരു കുടുംബത്തിൽ ശരാശരി 5 പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ 255 പേർ സമാധാനകരമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ പ്രവർത്തനം ഏതാണെന്ന്, ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ റസൂൽ തിരുമേനി തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങളുടെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതാണ്. സഹോദരൻ എന്നതിന് മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ വേർതിരിവില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവരുടെ മനസ്സിൽ സന്തോഷം നൽകലാണ് ഏറ്റവും പുണ്യമായ അമലെന്ന്, പ്രവർത്തനമെന്ന് പ്രവാചകൻ തിരുമേനി പറഞ്ഞു. ആ മനോഹരമായ വാക്യത്തിൻ്റെ പൂർത്തീകരണം പോലെ വയനാട്ടിൽ വലിയ പ്രയാസം കൊണ്ട് വീട് നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമാധാനത്തിൻ്റെ അന്തിയുറങ്ങാനൊരിടം നൽകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകന്മാരും, ഓരോ ഗുണകാംക്ഷികളും അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ മുഹൂർത്തത്തിനാണ് ഇന്നത്തെ സായാഹ്നം സാക്ഷിയായത്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം, ഇതാണ് പൊതുപ്രവർത്തനം, ഇതാണ് ജനസേവനം. മുസ്ലിം ലീഗ് പ്രസ്ഥാനം മാതൃകയാവുകയാണ്. അത് പണ്ടും പലപ്പോഴും മാതൃകയായിട്ടുണ്ട്. പുതിയ കാലത്ത് പുതിയ രീതിയിൽ മാതൃകയാവുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു സംവിധാനം, ഒരു ജനക്ഷേമ പ്രവർത്തന സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ മനോഹരമായ മോഡലാവുകയാണ് വീണ്ടും മുസ്ലിം ലീഗ്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ പദ്ധതിയുടെ നിർവഹണത്തിന് മുന്നിൽ നിന്ന് നയിച്ചത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റു നേതാക്കന്മാർ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പി.കെ. ബഷീർ എം.എൽ.എ, അദ്ദേഹത്തിൻ്റെയൊക്കെ നിതാന്തമായ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ്. അദ്ദേഹത്തെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ തന്നെ ഇത് പകുതി വിജയിച്ചിട്ടുണ്ട്. കർക്കശക്കാരനായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു ജനനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏതൊരു കാര്യവും വലിയ വാശിയോടെ പൂർത്തിയാക്കാൻ അറിയാം എന്ന് പലവട്ടം അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. അദ്ദേഹത്തിൻ്റെ ടീം, PMA ഷമീർക്ക് ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം, അവരെല്ലാവരും ചേർന്ന് ഈ അഭിമാന സംവിധാനത്തിന്, ഈ അഭിമാനകരമായ ആശയത്തിന്, ആ സ്വപ്നത്തിന് സാക്ഷാത്കാരം കുറിച്ചിരിക്കുകയാണ്. എല്ലാവരോടുമുള്ള സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഓരോ മുസ്ലിം ലീഗുകാരും അഭിമാനിക്കുന്ന ദിവസമാണെന്ന്. മനസ്സുകൊണ്ട് അവിടെ എത്താൻ പറ്റാത്തവർ അഭിമാനിക്കുന്നു. അവിടെ എത്താൻ സാധിച്ചവർ ആ മണ്ണിലൂടെ നടന്ന്, ആ വീടുകൾ കണ്ട്, അവിടുത്തെ പ്രിയപ്പെട്ടവരെ കണ്ട്, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന്, നോമ്പ് തുറന്ന് അഭിമാനിക്കുന്നു, സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. എന്തുകൊണ്ട് നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ആയിരങ്ങൾ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ഹൃദയം ചേർത്ത് വെക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉത്തരം ഈ പ്രസ്ഥാനമെന്നും നന്മയുടെ വഴി നടക്കുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. നന്മയെ ജീവിത മാർഗമാക്കിയ പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇനിയും എത്രയും വേഗം ബാക്കി 104 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കണം. നിങ്ങളൊക്കെ ഫോർ വയനാട് ആപ്പിൽ പങ്കാളികളാവണം. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഇനിയും സഹായിക്കണം, സഹകരിക്കണം, സഹകരിപ്പിക്കണം. പരമാവധി സംഭാവനകൾ നമുക്ക് ആപ്പിലേക്ക് എത്തിക്കണം. അങ്ങനെ അതിവേഗം നമുക്ക് ബാക്കി വീടുകൾ കൂടി പൂർത്തീകരിച്ച് ഈ അഭിമാനകരമായ ശ്രമത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ പുതുവീട്ടുകാർക്കും എല്ലാവിധ സന്തോഷങ്ങളും ആ വീട്ടിലുണ്ടാവട്ടെ. ഇനിയൊരു ദുരന്തം ഇതുപോലെ ആരെയും വേട്ടയാടാതിരിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനകൾ. അസ്സലാമു അലൈക്കും.